നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഓടന്തോട് ഗ്രാമത്തിന്റെ നിറവിയിൽ ഐശ്വര്യപൂർണമായി പ്രഭ ചൊരിയുന്ന കുരിശ്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഹരിതഭംഗിയിൽ പുളകിതമാകുന്ന ഐശ്വര്യസമൃദ്ധിയുടെ ഈ നിർഗളിപ്പ് കരുണ ചൊരിയുന്ന ദൈവത്തിന്റെ വരദാനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കാട് കയറി കാട്ടരുവി താണ്ടി ഇവർ ഉയർത്തിയ ജീവിത വിജയം ഇന്ന് ഇവരുടെ പെരുമയായി. ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്തു നിന്നും ഇവർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. പൂർവികർ കഠിന പരിശ്രമത്തിലൂടെ നേടിയ വിജയ വഴികളിൽ തങ്ങൾ പരിപാലിച്ചു പോന്ന ജീവിതചര്യ തങ്ങളുടെ അഭിമാനത്തിന്റെ നിറവാണെന്നും ഇത് തങ്ങളുടെ ആത്മീയതയുടെ പറുദീസയാണെന്നും പറയുന്നു. അലകടലിൽ ആടിയുലയുന്ന തോണിയിൽ അഭയമായെത്തുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ നിറവിലേക്ക്. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. വലയെറിഞ്ഞവർ അവശരായി തുഴയെറിഞ്ഞവർ വിവശരായി വെയിലുമൂക്കണ് വേർപ്പൊഴുകണ് വയറെറിയണ് മീനില്ല. കനിവു കിട്ടാ കടലിനോടായവരു ചൊല്ലണ് പരിഭവങ്ങൾ ചുറുചുറുക്കുപോ പിറുപിറുക്കണ് കരള് കത്തണ് മീനില്ല. തോണി നോക്കി നിരാശരായി കണ്ണോടു കണ്ണു നോക്കി. ശൂന്യമാം തോണി നോക്കി നിരാശരായി കണ്ണോടു കണ്ണു നോക്കി. ഒരു ചെറുമീൻ പോലും നൽകാത്ത കടലിൻ കരിമുഖം കണ്ടവർ കരഞ്ഞുപോയി.
വെട്ടം മറഞ്ഞേ, കൊടുങ്കാറ്റ് വീശവേ പ്രാണൻ കൊതിച്ചവർ തീരത്തെടുക്കുവാൻ വേഗം തുഴയെറിഞ്ഞേ. ആ നേരം തിരമാലകളിൻ മുകളിൽ താമര പോൽ ഗുരുയേശു ആഗതനായി. അത്ഭുതമായി നോക്കി ശിഷ്യഗണം വിനയമുടെ കൈകൂപ്പി നമിക്കുകയായി. അലറും അലമാലകൾ നടുവിൽ ആശ തകർന്നൊരു ശിഷ്യരോടായി ചൊല്ലി, വല നിറയെ മീൻ നിറയാൻ വലയിടു വലതുവശം. ഗുരുമൊഴി പോലുടനെ വല വീണല്ലോ, വല നിറയെ കര നിറയെ ചാകര. ഗുരുമൊഴി പോലുടനെ വല വീണല്ലോ, വല നിറയെ കര നിറയെ ചാകര. ഏലേലോ മേലോ മേലേലോ, ഏലോ മേലോ മേലേലേലോ, ഏലേലോ മേലോ മേലേലോ, ഏലോ മേലോ മേലേലേലോ, ഏലേലോ മേലോ മേലേലോ, ഏലോ മേലോ മേലേലേലോ, ഏലേലോ മേലോ മേലേലോ, ഏലോ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന യേശുവിൻ്റെ തിരുവചനങ്ങൾ പ്രാപ്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരൽമയ കത്തോലിക്ക സംഘടനയാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ സൊസൈറ്റി. തലശ്ശേരി രൂപതയുടെ സെൻട്രൽ കൗൺസിലിൻ്റെ കീഴിൽ പേരാവൂർ ഏരിയ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ 1979 ഇവിടെ ഒരു വിൻസെൻ്റ് പോൾ സൊസൈറ്റി സ്ഥാപിതമായത്. അന്ന് 7 പേരുമായി തുടങ്ങിയ സംഘടനയിൽ ഇന്നൊരു വനിതാ പ്രതിനിധി അടക്കം 11 പേർ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ദിവ്യബലിക്ക് ശേഷം അംഗങ്ങൾ ഒത്തുചേരുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്ക് ശേഷം അംഗങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളെടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഭവനങ്ങളില്ലാതിരുന്ന അനേകം വ്യക്തികൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാനും സാധുക്കളായ കുടുംബങ്ങളെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുവാനും പഠനത്തിനായി സാമ്പത്തികമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാനും സംഘടനയ്ക്ക് സാധിച്ചു. ദൈവവും മനുഷ്യനും കൂടെ വസിക്കുന്ന സുന്ദര അനുഭവമാണ് പറുദീസ. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും വസന്ത സ്മരണകളാണിത്. പറുദീസ നഷ്ടമാകുന്നുവെന്നാൽ കൂടെ വസിക്കുന്ന ദൈവിക സാന്നിധ്യം തന്നെ നഷ്ടമാകുന്നു എന്നാണ് അർത്ഥം. ആധുനിക ലോകത്തിൽ പറുദീസ നഷ്ടമാകുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇനി കറണ്ട് ഇല്ലാതെ ജീവിക്കേണ്ടി വരുമോ? ഹൗവേ, എടി ഹൗവേ, എന്താ മനുഷ്യനെ രാവിലെ തന്നെ തോണ്ട കീറി വിളിക്കുന്നത്? ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് എടുക്കാവോ? വല്ലാതെ ദാഹിക്കുന്നുണ്ട്.
നീ വാർത്ത കണ്ടോ? കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കടലക്കറി മണം രൂക്ഷം. കടലക്കറി മണം രൂക്ഷമോ? നോക്കട്ടെ. നോക്കിക്കേ. എന്റെ മനുഷ്യനെ, കടലാക്രമണം രൂക്ഷം. ആ, സമയം എന്തായി? അയ്യോ, മണി 7 കൊന്ത ചെല്ലേണ്ട സമയായി. ചേട്ടൻ വന്നേ. നീ തുടങ്ങിക്കോ, ഞാനെന്ന് പുറത്തു പോയിട്ട് വരാം. ഇതൊരു പതിവായിട്ടുണ്ട്. കരണ്ടും പോയല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആരത് കൊന്ത ചൊല്ലാനും സമ്മതിക്കില്ല? ഹായ് സ്നേക്ക് ആന്റി. ഹായ് ഹവ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ ആന്റി. ഹോ, എന്തൊരു ചൂടാ ഇവിടെ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫാൻ ഒന്നിട്ടേ. അയ്യോ, കറണ്ട് പോയിരിക്കും ആന്റി, ഞാൻ ചായ വെക്കാവേ. ആ, കറണ്ട് വന്നല്ലോ. എന്നാൽ ഇനി ചായ വേണ്ട, മോളെ TV ഒന്ന് വെച്ചേ. ടിവിയോ? TV ഇല്ലേ? TV ഇല്ല. കഷ്ടം, ഇന്നത്തെ കാലത്ത് TV ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. ഇതൊക്കെ സ്റ്റാറ്റസിന്റെ പ്രശ്നമല്ലേ? അതും പോട്ടെ, ടിവിയിൽ എന്തുമാത്രം പരിപാടികളാ, നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ദൈവത്തോട് ചോദിക്ക്, ഒരു TV തരാൻ. ദൈവം തരുമായിരിക്കും. എനിക്ക് അല്പം തിരക്കുണ്ട്. ടൗണിലെ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിരിക്കുന്ന. ഞാൻ പോയി പിന്നെ വരാം. ഞങ്ങൾക്ക് മാത്രം TV ഇല്ല. ഹൗവ, നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നേ? അതെ, പിന്നെ ചേട്ടാ, നമ്മുടെ വീട്ടിൽ മാത്രം TV ഇല്ല, ബാക്കി എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്. നമുക്ക് ദൈവത്തോടൊന്ന് ചോദിച്ചാലോ? ടിവിയോ? അതിപ്പോ എന്തിനാ? അത് വേണം ചേട്ടാ. ആ, ദൈവത്തോട് ചോദിച്ചു നോക്കാം. ആ, എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് ദൈവമേ. എന്താ എന്താ ഹൗവേ? അത് പിന്നെ ദൈവമേ, ബാക്കി എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മാത്രം TV ഇല്ല. അതുകൊണ്ട് ഒരു TV തന്നാ. ടിവിയോ? അത് വേണോ? അത് വേണം ദൈവമേ. ശരി, തരാം. പക്ഷേ ജീസസ് ചാനൽ മാത്രമേ കാണാൻ പാടുള്ളൂ. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. ശരി, ഇതാ TV. TV, വാ ചേട്ടാ, TV കാണാം. അയ്യോ, റിമോട്ട് എവിടെ? ആ, ദേ. എന്നാ നീ ഇരുന്ന് കണ്ടോ, ഞാനെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ആ, ശരി. നാഥനെഴുന്നള്ളുന്നു, ഒന്നായി പാടിടാം സ്തുതിഗീതങ്ങൾ. ഓശാന പാടി എതിരേറ്റിടാം, ആരത് TV കാണാൻ സമ്മതിക്കില്ല. ഹായ് ഹവ മോളോ. ആ ആന്റി, ഇത് പുതിയതാ. ഇതോ ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. ഇച്ചിരി ദമ്പടി മുടക്കിയാലെന്നാ, സംഭവം കേറ്റപ്പല്ലയോ. ആ ആന്റി, ദേവൻ ഞങ്ങൾക്ക് പുതിയ TV തന്നല്ലോ. എവിടെ നോക്കട്ടെ. വാവ്, ഫാന്റാസ്റ്റിക് TV. ആ ആന്റി ഇരിക്കെ, നമുക്ക് TV കാണാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ
പറ്റുന്നില്ല. മോള് ചാനൽ മാറ്റിക്കേ. ചാനൽ മാറ്റാനോ? ദൈവം ഞങ്ങൾക്കാകെ ഒരു ചാനലേ തന്നിട്ടുള്ളൂ. പിറ്റീഷേ, ഒരേ ഒരു ചാനലോ? ഞങ്ങൾക്കൊക്കെ 150 പരം ചാനലുകളാ. അതും എന്തുമാത്രം പരിപാടികളാണെന്നറിയാവോ? സത്യമാണോ സ്നേക് ആന്റി? സത്യമായി മോളെ, ഞാൻ സ്ഥിരം കാണുന്നതല്ലേ. മോള് ദൈവത്തോട് ചോദിക്ക് ഇച്ചിരി കൂടി ചാനൽ തരാൻ. എന്നാ ഞാൻ പോയി പിന്നെ വരാം. ഹൗവ, TV കെട്ടിയിട്ടും നീ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്താ? എന്റെ മനുഷ്യനെ, നിങ്ങൾ ഇനി എന്നോട് മിണ്ടണ്ട. നിങ്ങൾക്ക് അറിയോ ബാക്കി എല്ലാവരുടെ വീട്ടിലും എന്തുമാത്രം ചാനലുകളാ? നമ്മുടെ വീട്ടിൽ മാത്രം ഒരേ ഒരു ചാനല്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഓ, നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് ചോദിച്ചൂടെ? ദൈവത്തോട് വീണ്ടും ചോദിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ആ, എനിക്കറിയാം. അല്ലേലും നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. നോക്കിക്കോ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ച കുറച്ചുകൂടെ ചാനൽ മേടിച്ചു തരുന്നത് വരെ നിങ്ങളോട് ഞാൻ മിണ്ടില്ല. ആ, എന്നാ ശരി, ദൈവത്തോട് ചോദിക്കാം. ആ, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ആദം? അത് പിന്നെ ദൈവമേ, ഈ ഹൗവ പറയുക. അത് പിന്നെ ദൈവമേ, ബാക്കി എല്ലാവരുടെ വീട്ടിലും എന്തുമാത്രം ചാനലുകളാ? ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഒരേ ഒരു ചാനല്. അതുകൊണ്ട് കുറച്ചുകൂടെ ചാനല് തന്നാ. ഇനിയും ചാനലുകളോ? അത് വേണോ? അത് വേണം ദൈവമേ. ശരി, ചാനലുകൾ തരാം. പക്ഷേ ഈ റിമോട്ടിൻ്റെ ചുവന്ന ബട്ടൺ അമർത്തി ആ ചാനൽ വെക്കുകയോ കാണുകയോ ചെയ്യരുത്. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. വാ, കാണാം. വാ വാ. ചേട്ടാ. നാ. പെണ്ണേ കൊതിയില്ലേ നീ കാണിച്ചേ. കാണാൻ വന്നിട്ടുണ്ടേ എൻ്റെ വിടിമൂടിയോ സിത്താരംഗിയും വന്നായി മുന്നേ മുന്നേ നീ എന്നെ തനിയാകെ പേസിടും എന്നാ നീ ഇരുന്ന് കണ്ടോ, ഞാൻ പോവാ. ഓ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല ശ്ശോ, ഇതാരേത്? ഹായ് സ്നേക് ആന്റി. ആ ആന്റി, ദൈവം ഞങ്ങൾക്ക് പുതിയ TV തന്നു. ആന്റി ഇരിക്കെ, നമുക്ക് കാണാം. ഞാൻ വെച്ച് തരാം കേട്ടോ. ഹൗവ, ഇത് രസമില്ല. മോള ചുവന്ന ബട്ടൺ അമർത്തി ആ ചാനൽ ഒന്ന് വെച്ചേ. എന്നാ നല്ല ചാനലാണെന്ന് അറിയാവോ? ആന്റി, അത് കാണരുതെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വെക്കില്ല. ദൈവം നിങ്ങളെ പറ്റിച്ചതാ. എന്ത് നല്ല ചാനലാണെന്നോ? ഞാൻ സ്ഥിരം കാണുന്നല്ലേ. മോള് ധൈര്യമായിരിക്കെ, ആന്റി വെച്ചു തരാം. അയ്യോ ആന്റി, അത് കാണരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹൗവ, ദൈവം
ലൈവ് അറിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നേനെ. നീ ഒന്ന് നോക്ക് ഹവ, എന്ത് നല്ല ചാനലാന്ന്. ഒന്ന് നോക്ക് മോളെ. ഹവ്വ, ദൈവമരുതെന്ന് പറഞ്ഞ ചാനൽ നീ വെച്ചു അല്ലേ? അത് പിന്നെ ചേട്ടാ നോക്കിക്കേ, എന്ത് നല്ല പരിപാടിയാന്നറിയോ? നീ ഒന്നും പറയണ്ട. ചാനൽ മാറ്റുന്നുണ്ടോ? ചേട്ടാ ഒന്ന് നോക്ക്, നല്ല പരിപാടിയാ. ഓഫാക്ക്. ചേട്ടാ ഒന്ന് നോക്ക് ചേട്ടാ, നല്ല പരിപാടിയാ. ആദം, നീ എന്താണ് ഈ ചെയ്തത്? അത് പിന്നെ ദൈവമേ, ഈ ഹവ്വ എന്നെ ചതിച്ചു. അത് ഞാനല്ല സ്നേക്ക് ആന്റി എന്നെ ചതിച്ചതാ. എന്റെ കൽപ്പനകൾ അവഗണിച്ച നിങ്ങൾ എന്റെ കൂടെ വസിക്കാൻ യോഗ്യരല്ല. കടക്കൂ പുറത്ത്. ഏദൻ തോട്ടത്തിൽ ഹുവയെ പരീക്ഷിച്ച സാത്താൻ ഇന്ന് നമ്മയെയും പരീക്ഷിക്കാൻ മറ്റു പല വേഷത്തിലും എത്തുന്നു. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആശപൂർവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകോർത്തു മുന്നേറുവൻ സത്യതാവളം മുഴക്കി മുന്നേറുവിൻ ചെമ്പന്ന കൊടി പിടിക്കും കൈകൾ ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ വയലുകളെ വിളഞ്ഞ വയലുകളെ വിളവെടുക്കുവാൻ ഞങ്ങൾ അഗ്നിനിർക്കുന്നു സ്നേഹവും ത്യാഗവും നിടന്നു ഞങ്ങൾ സേവനത്തിൻ ദൂതരായി വരുന്നിതാ കരങ്ങളെയും ഇരകളും നടന്നു ഞങ്ങൾ ദേശദൂതരായി വരുന്നിതാ ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആശപൂർവണമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരനെ കൈകോർത്തു മുന്നേറുവിൻ സത്യകാവളം മുഴക്കി മുന്നേറുവിൻ